ബെസ്റ്റ് ആക്ടർ എന്ന സിനിമയിലെ ഒരു ഡയലോഗ് ഉണ്ട്, നിങ്ങളൊരു നടനാവണമെന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതായിരിക്കുമെന്ന്. The winner of Best Asian Actor is Tovino Thomas. എന്റെ പ്രായത്തിൽ ഓരോരുത്തർക്ക് 2-3 കുട്ടികളാണ്. എന്തു പറഞ്ഞാലും ഒരു സിനിമ. ഞാൻ ജോലി റിസൈൻ ചെയ്ത് സിനിമ എന്നുള്ളൊരു പാഷൻ ഫോളോ ചെയ്ത് ഇറങ്ങിയതിന് ശേഷം സിനിമയുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ഒരാൾക്ക് സിനിമ ആഗ്രഹിക്കാൻ പറ്റുമോ എന്നുള്ളതൊക്കെ എനിക്കൊരു സംശയമായിരുന്നു. സാമ്പത്തികമായിട്ട് ഭയങ്കരമായിട്ട് ആരോടെങ്കിലും പൈസ ചോദിക്കാനുള്ള ദുരഭിമാനം കൊണ്ടാണ് ആ സമയത്ത് പല രാത്രികളിലും ഈ 5 രൂപയ്ക്ക് അല്ലെങ്കിൽ 10 രൂപയ്ക്ക് കപ്പലണ്ടിയും വാങ്ങിച്ച് വെള്ളവും കുടിച്ച് കിടന്നുറങ്ങിയിട്ടുള്ള ദിവസങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ സമയം വരും, ആ സമയം വരുന്ന ദിവസത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ടൊവിനോ വളരെ കഷ്ടപ്പെട്ടാണ് സിനിമയിൽ വന്നത്. ഒരു പുതു എനർജി ഫ്രം മലയാളം സിനിമ. കോവിഡ് ഒരു വരവ് തന്നെ മാസാണ്. ടൊവിനോയും ഞാനും തമ്മിലുള്ള ഇത്രയും നാളത്തെ ബന്ധം ആക്ച്വലി നമ്മൾ ഈ സിനിമയിൽ ഒരുപാട് കഥകൾ കേൾക്കുമല്ലോ, അതുപോലൊരു കഥയാണ്. ABCD സിനിമ കാണുന്നത് ആക്ച്വലി ടൊവിനോയെ കാണാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ 7th ഡേയിൽ എനിക്ക് ഇവനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നെക്സ്റ്റ് മൊയ്തീനിൽ കോൺസിക്വന്റ്ലി എനിക്ക് ആദ്യം വന്നത് ടൊവിനോ കറക്റ്റ് ആയിരിക്കുമല്ലോ എന്നാണ്. 7th ഡേയിൽ ടൊവിനോ കാസ്റ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളത് മാത്രമാണ് ഭാഗ്യം. അവിടെ മുതലെല്ലാം ഇവന്റെ കഴിവും കഷ്ടപ്പാടുമാണ്. സാറിന്റെ പേരെന്താ? ഇതൊരു യൂഷ്വൽ പ്രോബ്ലം അല്ല. എന്നോട് തരി ഇഷ്ടം പോലെ തോന്നുന്നില്ല. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഞാൻ ഉറങ്ങുന്നതും ഉണരുന്നതും ഒക്കെ സിനിമ സ്വപ്നം കണ്ട് തന്നെയാണ്. You came with a clean slate, you entered the industry and you have success like that. ടോവി ഇവിടം വരെ എത്തിയത് അതിനൊരു ത്രില്ലുണ്ട്. മലയാള സിനിമയ്ക്ക് പറ്റിയ മുഖമല്ല എൻ്റെ, മലയാള സിനിമയ്ക്ക് പറ്റിയ രൂപമല്ല എൻ്റെ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് പേരുണ്ട്. അവൻ ഭയങ്കര ആഗ്രഹത്തിന്റെ സന്തതിയായിരുന്നു. ചെറിയ കുഞ്ഞു സിനിമയിൽ വരുന്നു, അവിടെ നിന്നൊക്കെ ഈ മനുഷ്യൻ വന്നിട്ട് ആൾക്കാർ കൈയടിക്കുന്ന ഒരു ഹീറോ ഉണ്ടായി വരാൻ ചില്ലറ പണിയൊന്നും പോരാ. ഞാൻ ഹമീദ്, തലശ്ശേരി. മാൻ വിത്ത് എ ബോൾഡ് ആൻഡ് ബിഗ് ഹാർട്ട് എന്ന് പറയാം ടൊവിയെ കുറിച്ച് പറയുകയാണെങ്കിൽ. ടൊവിയിലെ മനുഷ്യനെ എനിക്കൊരു ഇഷ്ടം, ആ മനുഷ്യത്വം എനിക്ക് എപ്പോഴും ഇഷ്ടമാണ്. ഏറ്റവും ഇഷ്ടം പുള്ളി നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. നമ്മളൊരു സാധാരണ ആളായിട്ട് തന്നെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് പുള്ളിനെ. ഞാൻ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്ന ആൾക്കാരിൽ ഒരാൾ എൻ്റെ ചേട്ടനാണ്. ഞാൻ ജോലിക്ക് റിസൈൻ ചെയ്ത് ഇവിടെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഫാമിലി, അതായത് അന്ന് എനിക്ക് ഓർമ്മയുണ്ട് ചേട്ടനാകെ 9,000 രൂപ കൊണ്ടാണ് ശമ്പളമുള്ളൂ. ആ 9,000 രൂപയിൽ പകുതി എനിക്ക് വരും. പക്ഷേ ആലോചിച്ച് നോക്കണം, എനിക്ക് ചിലവുകളുണ്ടല്ലോ, ഷർട്ട് മേടിക്കണം, പാൻറ്റ് മേടിക്കണം, ഓഡീഷൻസിന് പോകണം, അതകത്ത് വണ്ടിയിൽ പെട്രോൾ മേടിക്കണം ഒക്കെ ഉണ്ട്. സമാധാനമുണ്ട്. ടൊവി നല്ല ആക്ടറാണ്. ரொம்ப ஸ்பெஷலாக இருந்தது அவரோட பண்ணுறது ஆக்சுவலாக. തന്നെ ടൊവിനോയ്ക്ക് അല്ലാണ്ട് വേറെ ആർക്കും പ്ലേ ചെയ്യാൻ പറ്റുന്ന ഞങ്ങൾക്ക് ടീമിൽ ആർക്കും തോന്നിയിട്ടില്ല. My brother Tovino, what a versatile actor. ടൊവിനോ ഒരു സിനിമ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഓക്കെ, ദാറ്റ് ഷുഡ് ബി സംതിങ് വി ഷുഡ് വാച്ച് ഫോർ. நம்ம டொவினோ முன்னாடி நான் ஒரு வில்லனா அங்கே நிற்கும்போது ரொம்ப சந்தோஷமா இருந்தது. ശരീരത്തിൽ നല്ല മസിലും ആ മസിലിൽ നല്ലൊരു മനസ്സും ഉള്ള ഒരാളാണ് ടൊവിനോ. ടൊവിയാണ് അതിനകത്ത് സൂപ്പർ ഹീറോ. അവനെ ഔട്ട്ഫിറ്റ് ഇടാറുമ്പോഴത്തേക്ക് എനിക്കത് കറക്റ്റാണ്, അത് പെർഫെക്റ്റ് ആണ്. അദ്ദേഹം റിയൽ ലൈഫിൽ ഒരു സൂപ്പർ ഹീറോ ആണ്. കള്ളനാണോ പോലീസാണോ ആദ്യം ഉണ്ടായത്?